എല്ലാവർക്കും സഹകാരിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് മോൾഡ് ആൻഡ് ഈസ്റ്റ് ആണ്. ഇപ്പോൾ മോൾഡ്, ഈസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം അത് ഫംഗസ് ആണ്. കിങ്ഡം ഫംഗൈയിൽ വരുന്നതാണ് മോൾഡ്, ഈസ്റ്റ്. ഇപ്പോൾ പലതരത്തിലുള്ള ഓർഗാനിസംസ് അതിൻ്റെ പാത്തോജനിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അത് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നതായിട്ട് നമ്മൾ പഠിച്ചു. പലതരത്തിലുള്ള സ്പോയിലേജ് ഉണ്ടാക്കുന്നത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇന്ന് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ ഫുഡ് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഇപ്പം ഫുഡ് മൈക്രോബയോളജിയിൽ അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്, അതിനെ കൊണ്ടുള്ള പ്രയോജനം എന്താണ്, എസ്പെഷ്യലി എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഈ ഒരു ക്ലാസ്സിൽ ഈസ്റ്റ് ആയിരിക്കും. ഈസ്റ്റിനെയും പറ്റിയിട്ടും മോൾഡിനെയും പറ്റിയിട്ടും അതിൽ മെയിനായിട്ട് വരുന്ന ഓർഗാനിസംസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഫുഡ് ഇൻഡസ്ട്രിയിലുള്ള ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ജീനസ് ആണ്, ആ ഓർഗാനിസം ഏതൊക്കെയാണ്, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. സോ ഈസ്റ്റിനെ പറ്റിയിട്ട് ആദ്യം നമുക്ക് നോക്കാം. സോ ഈസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഈസ്റ്റ് റെഫേഴ്സ് ടു ദോസ് ഫംഗൈ വിച്ച് ആർ ജനറലി നോട്ട് ഫിലമെന്റസ് ബട്ട് യൂണിസെല്ലുലർ ആൻഡ് ഓവോയിഡ് ഓർ സ്ഫിയറോയിഡ്. ഇപ്പൊ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിലമെന്റസ് അല്ലാത്തത്, ഫിലമെന്റസ് ആയിട്ടുള്ളതല്ല. ഇപ്പൊ മോൾഡിനെ പറ്റി നമ്മൾ പഠിക്കും. മോൾഡ് എന്താണ്? ഫിലമെന്റസ് ആയിട്ടുള്ള ഫംഗൈ ആണ്. എന്നാൽ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ യൂണിസെല്ലുലർ ആയിട്ടുള്ള ഫംഗൈ ആണ്. അതിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? ഒരു ഓവൽ അല്ലെങ്കിൽ ഒരു സ്ഫെറിക്കൽ ഷേപ്പ് ഒക്കെ ആയിരിക്കും. Yeast fermentations are involved in the manufacture of foods such as bread, beer, wines, vinegar, surface ripened cheese and yeast are grown for enzymes and for food. അപ്പോൾ ഈസ്റ്റ് എന്താ ചെയ്യുന്നത്? ഫെർമെന്റേഷനിൽ അതിനൊരു മെയിൻ റോൾ ഉണ്ട്. ഷുഗറിനെ കൺവേർട്ട് ചെയ്തിട്ട് അത് എഥനോളും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറ്റും. സോ ഈ ഒരു റിയാക്ഷനെ ബേസ് ചെയ്തിട്ടാണ് പലതരത്തിലുള്ള ഫുഡ് പ്രോഡക്ട്സിലും നമ്മൾ ഈസ്റ്റിനെ യൂസ് ചെയ്യുന്നത്. അപ്പം ഈസ്റ്റിന്റെ ഫെർമെന്റേഷൻ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ബ്രെഡ്, അതുപോലെ ബിയർ, വൈൻസ്, വിനെഗർ, സർഫസ് റൈപ്പൻഡ് ചീസ്. ചീസിലൊക്കെ റൈപ്പനിങ്ങിന് വേണ്ടിയിട്ട് ഈസ്റ്റും മോൾഡും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് മുന്നോട്ട് വരുമ്പോൾ നോക്കാം. ഏതൊക്കെ തരത്തിലുള്ള ചീസിലാണ് എന്നൊക്കെ നമുക്ക് പഠിക്കാം. ആൻഡ് ഈസ്റ്റ് ആർ ഗ്രോൺ ഫോർ എൻസൈംസ് ആൻഡ് ഫോർ ഫുഡ്. പല തരത്തിലുള്ള എൻസൈംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈസ്റ്റിനെ ഉപയോഗിക്കാറുണ്ട്. ഈസ്റ്റ് മേ ബി വ്യൂഡ് ആസ് ബീയിങ് യൂണിസെല്ലുലാർ ഫംഗൈ in contrast to mold which are multicellular. അപ്പം ഈസ്റ്റും മോൾഡും തമ്മിലുള്ള ആ ഒരു ബേസിക് ഡിഫറൻസ് എന്താണ്? രണ്ടും ഈ ഫംഗസ് തന്നെയാണ്. പക്ഷേ ഈസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് യൂണിസെല്ലുലാർ ആണ്, അത് ഒറ്റ സെല്ലേ ഉണ്ടായിരിക്കുള്ളൂ. എന്നാൽ മോൾഡ് എന്തായിരിക്കും? മൾട്ടി സെല്ലുലാർ ഫംഗൈനെയാണ് മോൾഡ് എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദോസ് ഓഫ് ഇമ്പോർട്ടൻസ് ഇൻ ഫുഡ്സ് ഡിവൈഡ് ബൈ ബഡിങ്. മിക്കവാറും ഈസ്റ്റ് നമുക്ക് ഫുഡിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിക്കവാറും ഈസ്റ്റ് എങ്ങനെയാണ് പുതിയൊരു ഓർഗാനിസം ആയിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? എങ്ങനെയാണ്? ബഡിങ്ങിലൂടെയാണ്. ബഡിങ് എന്ന് പറയുമ്പോൾ അതൊരു എസെക്ഷൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. അതെന്ത് ചെയ്യും? ഒരു പേരന്റ് സെല്ലിൽ തന്നെ ഒരു ബഡ് ഡെവലപ്പ് ചെയ്യുന്നു, എന്നിട്ട് അത് സെപ്പറേറ്റ് ചെയ്ത് പുതിയൊരു ഓർഗാനിസം ആയിട്ട് മാറുന്നു. ഇപ്പൊ ഇതൊരു ഇൻട്രൊഡക്ഷന്റെ ഭാഗമായിട്ട് പറയുന്നേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത് എന്താണ്? എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം, അത്രേ ഉള്ളൂ. സോ ഈസ്റ്റ് മെയിൻ ആയിട്ടും ഡിവൈഡ് ചെയ്യുന്നത് ബഡിങ്ങിലൂടെയാണ്. ഈസ്റ്റ് ക്യാൻ ഗ്രോ ഇൻ പ്രസൻസ് ഓഫ് വേരിയസ് ടൈപ്സ് ഓഫ് ഓർഗാനിക് ആസിഡ്സ്. പലതരത്തിലുള്ള ഓർഗാനിക് ആസിഡിന്റെ പ്രസൻസിൽ അതിന് ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കും. ലാക്റ്റിക് ആസിഡ്, സിട്രിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ് ഒക്കെ പോലെയുള്ള പല ആസിഡിന്റെ പ്രസൻസിൽ അത് ഗ്രോ ചെയ്യും. ആൻഡ് ഓൾസോ ഓവർ എ വൈഡ് റേഞ്ച് ഓഫ് ആസിഡ് പി എച്ച്. ഒരു ആസിഡ് പി എച്ച്, അസിഡിക് ആയിട്ടുള്ള പി എച്ചിലാണ് ഇത് എന്ത് ചെയ്യുന്നത്? ഗ്രോ ചെയ്യുന്നത്. സോ വൈഡ് റേഞ്ച് ഓഫ് അസിഡിക് പി എച്ചിലാണ് ഗ്രോ ചെയ്യുന്നത്. ആൻഡ് ഇൻ അപ് ടു 18% എത്തനോൾ. ഇപ്പൊ പല ഈസ്റ്റ് നോക്കുകയാണെങ്കിൽ അതിന് പലതരത്തിലുള്ള അറ്റ്മോസ്ഫിയറിലൊക്കെ പല എൻവയോൺമെന്റിൽ അതിന് ഗ്രോ ചെയ്യാൻ പറ്റും. ഇപ്പൊ ചിലതാണെങ്കിൽ ഹൈ സോൾട്ട് കോൺസെൻട്രേഷനിൽ ഗ്രോ ചെയ്യാൻ പറ്റുന്നതുണ്ട്. ചിലത് എന്താ ഓസ്മോഫിലിക് ആയിട്ടുള്ളത്, കൂടുതൽ സോൾട്ട് കോൺസെൻട്രേഷനിൽ അതിന് ഗ്രോ ചെയ്യാൻ പറ്റും. പലതരത്തിലുള്ള ഉണ്ട്. ഇപ്പൊ എന്നാലും ഇത് ബേസിക് ആയിട്ട് ഇപ്പൊ മോസ്റ്റ് ഓഫ് ദം ജനറലൈസ് ചെയ്ത് പറയുന്ന സമയത്ത് ഒരു വൈഡ് റേഞ്ച് ഓഫ് ആസിഡ് പി എച്ചിൽ ഗ്രോ ചെയ്യുന്നതാണ്. ആൻഡ് 18% എഥനോളിനൊക്കെ അതിന് എഥനോൾ കോൺസെൻട്രേഷനിലൊക്കെയും ഗ്രോ ചെയ്യാനായിട്ട് പറ്റും. Many grow in presence of 55 to 60% sucrose. അത് സബ്സ്ട്രേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനെയാണ്? സൂക്രോസിനെ ആയിരിക്കും. ഓക്കെ, മോസ്റ്റ്ലി സൂക്രോസ് അല്ലെങ്കിൽ ഈ ഷുഗറിനെയാണ് എന്ത് ചെയ്യുന്നത്? ഇത് കൺവേർട്ട് ചെയ്ത് എഥനോളും കാർബൺ ഡൈ ഓക്സൈഡും ആക്കി മാറ്റുന്നത്. സോ അതാണല്ലോ ഫെർമെന്റേഷൻ എന്ന് പറയുന്നത്. സോ അത്രയും ഒരു 55 to 60% സൂക്രോസിന്റെ ഒക്കെ കോൺസെൻട്രേഷനിലും അത് ഗ്രോ ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ് ഉള്ള ഈസ്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. Most yeast of industrial importance are of the genus Saccharomyces. ഇപ്പം നമ്മൾ മോസ്റ്റ്ലി ഈസ്റ്റ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇപ്പം ബേക്കേഴ്സ് ഈസ്റ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഈ സാക്കറോമൈസസ് ആണ്. അതിൽ സാക്കറോമൈസസ് സെർവീസിയെ ആണ്
ബേക്കേഴ്സ് ഈസ്റ്റ് എന്ന് പറയുന്നത്. സാക്കറോമൈസസ് സെർവീസിയെ ബേക്കേഴ്സ് ഈസ്റ്റ്, ഈ അപ്പം ഒക്കെ ഉണ്ടാക്കാനുള്ള ആ ഒരു ഈസ്റ്റ് എന്താണ്? സാക്കറോമൈസസ് സെർവീസിയെ ആണ്. So it is used in manufacture of wine, beer and other alcoholic products. ഇപ്പം ബേക്കേഴ്സ് ഈസ്റ്റ് അല്ലെങ്കിൽ ബ്രൂവേഴ്സ് ഈസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഏത് തന്നെയാണ്? ഈ സാക്കറോമൈസസ് സെർവീസിയെ ആണ്. Yeast is used in brewing and baking industries. It is also used as nutritional supplements. For example, Saccharomyces cerevisiae is excellent source of proteins and vitamins. അപ്പോൾ പലതരത്തിലുള്ള വൈറ്റമിൻസ്, ബി കോംപ്ലക്സ് വൈറ്റമിൻസ് അല്ലെങ്കിൽ വൈറ്റമിൻ B12 ഒക്കെ വളരെ നല്ല സോഴ്സ് ആണ് ഈസ്റ്റ്. അപ്പം അത് ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ റിച്ച് സോഴ്സ് ഓഫ് പ്രോട്ടീനുമാണ്. ഡ്രൈഡ് ഈസ്റ്റ് സെൽസ് കണ്ടെയ്ൻ 40 to 50% പ്രോട്ടീൻ. ഡ്രൈഡ് ഈസ്റ്റ് സെൽസിൽ എത്രത്തോളം പ്രോട്ടീൻ ഉണ്ട്? 40 to 50% ഓളം പ്രോട്ടീൻ ആയിരിക്കും. The leading species Saccharomyces cerevisiae is employed in many food industries with special strains used for leavening of bread as top yeast for ale, for wines and for the production of alcohol, glycerol, invertase. അപ്പം ഈ Saccharomyces cerevisiae എന്ന് പറയുന്നത് വൈഡ്ലി ഫുഡ് ഇൻഡസ്ട്രിയിൽ വളരെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത്രത്തോളം റെലവൻ്റ് ആയിട്ടുള്ളൊരു ഓർഗാനിസമാണ്. ഈസ്റ്റിൻ്റെ തന്നെ ഒരു സ്ട്രെയിൻ ആണ്. അപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ സ്ട്രെയിൻസ് എന്തിനു യൂസ് ചെയ്യും? ബ്രെഡിൻ്റെ ലീവനിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, ബ്രെഡിൻ്റെ ആ ഒരു ഡോ ഒക്കെ റൈസ് ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു ഈസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ടോപ്പ് ഈസ്റ്റ് ഫോർ എയിൽ. എന്താണ് ടോപ്പ് ഈസ്റ്റ് എന്ന് നമുക്ക് നോക്കാം. അതുപോലെ വൈൻസിൽ യൂസ് ചെയ്യാറുണ്ട് ഫോർ പ്രൊഡക്ഷൻ ഓഫ് ആൽക്കഹോൾ, ഗ്ലിസറോൾ, ഇൻവേർട്ടേസ്. ഇൻവേർട്ടേസ് എന്ന് പറയുന്ന എൻസൈം എന്ത് ചെയ്യും? സൂക്രോസിനെ കൺവേർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, സൂക്രോസിനെ ഈ ഇൻവേർട്ടേസ് എൻസൈം എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ഇൻവേർട്ടേസ് എൻസൈം. ഓക്കെ, സൂക്രോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന എൻസൈമാണ് ഇൻവേർട്ടേസ് എന്ന് പറയുന്നത്. സോ ഈ ഇൻവേർട്ടേസ് എൻസൈമിൻ്റെ ഒക്കെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഈ ഒരു എൻസൈം ഒക്കെ കൺഫെക്ഷണറിയിൽ അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസിലൊക്കെ പൊതുവെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു എൻസൈം ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഈസ്റ്റിനെ ഉപയോഗിക്കാറുണ്ട്. ഇനിയും നമ്മൾ പറഞ്ഞല്ലോ ടോപ്പ് ഈസ്റ്റ് എന്നൊരു ടേം പറഞ്ഞായിരുന്നു. സോ എന്താണ് ഈ ടോപ്പ് ഈസ്റ്റ്? അതുപോലെ ടോപ്പ് ഈസ്റ്റ്, ബോട്ടം ഈസ്റ്റ് എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ, ടോപ്പ് ഈസ്റ്റ് are very active fermenters and grow rapidly at 20°C. അപ്പോൾ ഈ Saccharomyces cerevisiae എന്തായിട്ട് യൂസ് ചെയ്യും എന്ന് പറഞ്ഞു? ടോപ്പ് ഈസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ടോപ്പ് ഈസ്റ്റ് അല്ലെങ്കിൽ Saccharomyces cerevisiae എന്താണ്? വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഫെർമെന്റേഴ്സ് ആണ്. ആൻഡ് ഗ്രോ റാപ്പിഡ്ലി. ഇപ്പം 20°C, അത് കുറച്ചും കൂടി ഒരു വാം ആയിട്ടുള്ള ടെമ്പറേച്ചർ ആണ്. 20° എന്നൊക്കെ പറയുന്നത് അത്ര ഒരു കൂൾ ടെമ്പറേച്ചർ അല്ല. സോ ഒരു 20°C റാപ്പിഡ് ആയിട്ട് ഗ്രോ ചെയ്യുന്നതാണ് ഈ Saccharomyces cerevisiae. അതിനെ ടോപ്പ് ഈസ്റ്റ് ആയിട്ട് ഉപയോഗിക്കും. എന്തുകൊണ്ടാണ് ടോപ്പ് ഈസ്റ്റ് എന്ന് പറയുന്നത് നോക്കാം. The clumping of the cells and the rapid evolution of carbon dioxide sweep the cells to the surface, hence the term ടോപ്പ് ഈസ്റ്റ്. അപ്പോൾ ഈ ഈസ്റ്റ് സെൽസ് എല്ലാം കൂടി ക്ലംപ് ചെയ്യും. ഇതെല്ലാം കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസും റാപ്പിഡായിട്ട് ഇവോൾവ് ചെയ്യുന്നുണ്ട്. അത് കാരണം ഈ സെൽസ് എല്ലാം കൂടി സർഫസിലേക്ക് വരും, ആ ഒരു ടോപ്പ് പോർഷനിലേക്ക് വരും. അങ്ങനെയാണ് ടോപ്പ് ഈസ്റ്റ് എന്നറിയപ്പെടുന്നത്. ഈ ടോപ്പ് ഈസ്റ്റിനെ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് എയിൽ ബിയറിൻ്റെ മാനുഫാക്ചറിന് വേണ്ടിയിട്ടാണ്. എയിൽ ബിയർ, ലേഗർ ബിയർ എന്നൊക്കെ പറയുന്ന ടൈപ്സ് ഓഫ് ബിയർ ആണ്. ഇതിൽ എയിൽ ബിയറിന്റെ മാനുഫാക്ചറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ടോപ്പ് ഈസ്റ്റ് അല്ലെങ്കിൽ Saccharomyces cerevisiae. അതിന്റെ പ്രത്യേകത എന്താണ്? കുറച്ചും കൂടി വാം ആയിട്ടുള്ള 20°C ടെമ്പറേച്ചറിലൊക്കെയാണ് ഗ്രോ ചെയ്യുന്നത്. ഇതെല്ലാം കൂടി സർഫസിലേക്ക് ക്ലംപ് ചെയ്തിട്ട് റാപ്പിഡായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിന്റെ എവല്യൂഷൻ കാരണം എല്ലാം കൂടെ ക്ലംപ് ചെയ്ത് സർഫസിലേക്ക് വരുന്നു. സോ അങ്ങനെയാണ് ഇതിനെ ടോപ്പ് ഈസ്റ്റ് എന്നറിയപ്പെടുന്നത്. സോ ടോപ്പ് ഈസ്റ്റ് അല്ലെങ്കിൽ എയിൽ ഈസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഏതാണ്? Saccharomyces cerevisiae ആണ് ടോപ്പ് ഈസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് ബോട്ടം ഈസ്റ്റ് എന്താന്ന് നോക്കാം. ഈ ബോട്ടം ഈസ്റ്റ് എന്ന് പറയുമ്പം ഇറ്റ് ഡു നോട്ട് ക്ലംപ്, ഗ്രോ മോർ സ്ലോലി. അതങ്ങനെ കൂടി ചേർത്തില്ല, ക്ലംപ് ചെയ്യത്തില്ല, വളരെ സ്ലോ ആയിട്ടാണ് ഗ്രോ ചെയ്യുന്നത്. ആൻഡ് ആർ ബെസ്റ്റ് ഫെർമെന്റേഴ്സ് അറ്റ് ലോവർ ടെമ്പറേച്ചേഴ്സ്. കുറച്ചും കൂടി ലോ ടെമ്പറേച്ചറിലാണ് നന്നായിട്ട് ഫെർമെന്റ് ചെയ്യുന്നത്. എത്രയാണ് ടെമ്പറേച്ചർ? 10 to 15°C ആണ്. അപ്പോൾ കുറച്ചും കൂടി ലോവർ ആയിട്ടുള്ള, കൂളർ ആയിട്ടുള്ള ടെമ്പറേച്ചറിലാണ് ഇത് ഗ്രോ ചെയ്യുന്നത്. 10 to 15°C. എയിൽ ബിയറിന്റെ കേസിൽ 20°C ആയിരുന്നു. ഇപ്പോൾ ബോട്ടം ഈസ്റ്റ് എന്താണ്? 10 to 15°C കൂളർ ടെമ്പറേച്ചർ ആണ്. ഈ ബോട്ടം ഈസ്റ്റ് എന്ന് കൂടുതലും അറിയപ്പെടുന്ന ഓർഗാനിസം Saccharomyces pastorianus ആണ്. ഓക്കെ, Saccharomyces pastorianus. ഇതിനെ നേരത്തെ Saccharomyces carlsberg
ജെൻസിസ് എന്നൊക്കെ അറിയപ്പെട്ടിരുന്നു. ഓക്കെ, സാക്കറോമൈസസ് കാൾസ്ബർജെൻസിസ് അല്ലെങ്കിൽ സാക്കറോമൈസസ് പാസ്റ്റോറിയാനസ്. ഇനി അതും അല്ലെങ്കിൽ സാക്കറോമൈസസ് യുവേരം എന്നൊക്കെ കണ്ടാൽ അത് ബോട്ടം ഈസ്റ്റ് ആണ്. ഓക്കെ, ബോട്ടം ഈസ്റ്റ്. അപ്പോൾ ടോപ്പ് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ അത് സാക്കറോമൈസസ് സെർവീസിയ ആണ്. ബോട്ടം ഈസ്റ്റ് എന്ന് പറയുമ്പം യൂഷ്വലി സാക്കറോമൈസസ് പാസ്റ്റോറിയാനസ് അല്ലെങ്കിൽ സാക്കറോമൈസസ് കാൾസ്ബർജെൻസിസ് എന്താണ്, ഒരു ബോട്ടം ഈസ്റ്റ് ആണ്. അതും അല്ലെങ്കിൽ സാക്കറോമൈസസ് യുവേരം ഒക്കെ ബോട്ടം ഈസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇത് അങ്ങനെ മുകളിലോട്ട് സർഫസിലോട്ട് ക്ലംപ് ചെയ്ത് വരത്തില്ല. ഇതെന്ത് ചെയ്യും, ബോട്ടത്തിൽ സെറ്റിൽ ആയിട്ട് കിടക്കും. അതുകൊണ്ടാണ് ബോട്ടം ഈസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ പ്രത്യേകത, ഈ ബോട്ടം ഈസ്റ്റിനെ യൂസ് ചെയ്യുന്നത് ലേഗർ ബിയർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലേഗർ ബിയർ. അപ്പോൾ ബിയറിന്റെ പ്രൊഡക്ഷനിൽ തന്നെ എയിൽ ബിയർ ഉണ്ട്, ലേഗർ ബിയർ ഉണ്ട്. ഈ എയിൽ ബിയറിന് യൂസ് ചെയ്യുന്നത് ടോപ്പ് ഈസ്റ്റും, ലേഗർ ബിയർ ആണ് എന്തിനു യൂസ് ചെയ്യുന്നത്, ലേഗർ ബിയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ബോട്ടം ഈസ്റ്റുമാണ്. So, the absence of clumping and the slower growth and evolution of carbon dioxide permit the yeast to settle to the bottom. Hence the term bottom yeast. അപ്പോൾ ഇവിടെ clumping ഒന്നും ഉണ്ടാവുന്നില്ല ആൻഡ് സ്ലോവർ ആയിട്ടുള്ള ഗ്രോത്ത് ആണ്. ആൻഡ് എവല്യൂഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും എന്താണ്, വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. സോ ഈസ്റ്റ് എന്ത് ചെയ്യുന്നു, ബോട്ടത്തിലേക്ക് സെറ്റിൽ ചെയ്യുന്നു. അതുകൊണ്ടാണ് ബോട്ടം ഈസ്റ്റ് എന്ന് പറയുന്നത്. All bakers, brewers, wine and champagne yeast are Saccharomyces cerevisiae. അപ്പോൾ ഇതിലെല്ലാം യൂസ് ചെയ്യുന്നത് Saccharomyces cerevisiae ആണ്. So they are found in kefir grains. ഈ kefir grains എന്ന് പറയുന്നത് ഒരു ഫെർമെന്റഡ്, കെഫിർ എന്ന് പറയുന്നത് ഒരു ഫെർമെന്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക് ആണ്. മിൽക്ക് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഫെർമെന്റഡ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്. സോ ഇതിൽ കെഫിർ ഗ്രെയിൻസ് എന്ന് പറയുന്നത് ഒരു മിക്സ്ചർ ഓഫ് ബാക്ടീരിയ, ഈസ്റ്റ് എല്ലാമാണ്. ഇപ്പൊ ഇതിൽ ഫെർമെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ആ ഒരു മിക്സ്ചർ. പലതരത്തിലുള്ള ഇപ്പൊ ലാക്റ്റിക് ആസിഡ്, ബാക്ടീരിയ, ഈസ്റ്റ് ഒക്കെ അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിൽ ഈസ്റ്റിൽ വരുന്നത് ഏതാണ്, സാക്കറോമൈസസ് സെർവീസിയ ആണ്. ഈ കെഫിർ ഗ്രെയിൻസിൽ അടങ്ങിയിട്ടുണ്ട്. ആൻഡ് ക്യാൻ ബി ഐസൊലേറ്റഡ് ഫ്രം വൈഡ് റേഞ്ച് ഓഫ് ഫുഡ്സ്. സാക്കറോമൈസസ് സെർവീസിയ റെയർലി കോസസ് സ്പോയിലേജ്. അപ്പം കൂടുതലും ഇതൊരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഈസ്റ്റ് ആണ്, വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഈസ്റ്റ് ആണ്. എന്നാൽ റെയർലി മാത്രമേ അത് സ്പോയിലേജ് ഉണ്ടാക്കാറുള്ളൂ. അതുപോലെ തന്നെ സാക്കറോമൈസസ് സെർവീസിയയുടെ മറ്റൊരു വെറൈറ്റി ആണ് എലിപ്സോയിഡസ് എന്ന് പറയും. സാക്കറോമൈസസ് സെർവീസിയയുടെ ഒരു വെറൈറ്റി എലിപ്സോയിഡസ് ആണ്. ഇറ്റ് ഈസ് ഹൈ ആൽക്കഹോൾ ഈൽഡിംഗ് വെറൈറ്റി യൂസ് ടു പ്രൊഡ്യൂസ് ഇൻഡസ്ട്രിയൽ ആൽക്കഹോൾ, വൈൻസ് ആൻഡ് ഡിസ്റ്റിൽഡ് ലിക്കേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വളരെ നല്ല ഹൈ ആൽക്കഹോൾ ഈൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ആണ് സാക്കറോമൈസസ് യുവേരം. ഇറ്റ് ഈസ് എ ബോട്ടം ഈസ്റ്റ് യൂസ്ഡ് ഇൻ മേക്കിംഗ് ബിയർ. ഇനിയും സാക്കറോമൈസസ് ഫ്രജൈലസ് അല്ലെങ്കിൽ സാക്കറോമൈസസ് ലാക്ടസ്. ഇപ്പൊ ഇതിന്റെ നേരത്തെ അറിയപ്പെട്ടിരുന്ന പേര് ഇങ്ങനെയായിരുന്നു. എന്നാലും ഇപ്പൊ കൂടുതലും പറയുന്നത് ഇതിനെ ക്ലുവെറോമൈസസ് മാർക്സിയാനസ്. ഓക്കെ, സാക്കറോമൈസസ് ഫ്രജൈലസിനെ ഇപ്പൊ കൂടുതൽ പറയുന്നത് ക്ലുവെറോമൈസസ് മാർക്സിയാനസ്. അതുപോലെ സാക്കറോമൈസസ് ലാക്ടസ് അറിയപ്പെടുന്നത് ക്ലുവെറോമൈസസ് ലാക്ടസ് എന്നൊക്കെയാണ്. സോ ഈ പേര് ഏത് കണ്ടാലും സെയിം ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. സോ ബിക്കോസ് ഓഫ് ദെയർ എബിലിറ്റി ടു ഫെർമെന്റ് ലാക്ടോസ്, ഇതിന് ലാക്ടോസിനെ ഫെർമെന്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. സോ ദേ ആർ വെരി ഇമ്പോർട്ടന്റ് ഇൻ മിൽക്ക് ഓർ മിൽക്ക് പ്രോഡക്ട്സ്. അപ്പൊ മിൽക്കിൽ എന്തുണ്ട്, മിൽക്കിൽ അടങ്ങിയിട്ടുള്ള ഷുഗർ ആണ് ലാക്ടോസ്. അപ്പൊ ആ ഷുഗറിനെ, ആ ഒരു ലാക്ടോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ ഓർഗാനിസത്തിനുണ്ട്. അപ്പം ലാക്ടോസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്താക്കി മാറ്റാൻ പറ്റും, ഗ്ലൂക്കോസും അതുപോലെ ഗാലക്ടോസുമായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് പറ്റും ലാക്ടോസിനെ. സോ അങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യണമെങ്കിൽ ഏത് എൻസൈം വേണം, ലാക്ടേസ് എൻസൈം ആവശ്യമാണ്. ഓക്കെ, ഈ ലാക്ടേസ് അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം എന്ന് പറയും. ലാക്ടേസ് എൻസൈം അഥവാ ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം എന്ത് ചെയ്യും, ലാക്ടോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സിമ്പിൾ ആയിട്ടുള്ള മോണോസാക്കറൈഡ്സ് ആക്കി കൺവേർട്ട് ചെയ്യും, ഗ്ലൂക്കോസും ഗാലക്ടോസും ആക്കി മാറ്റും. സോ അങ്ങനെ മാറ്റാനായിട്ടുള്ള കഴിവുള്ള ഈ ലാക്ടേസ് എൻസൈം ഈ ഓർഗാനിസത്തിന് അടങ്ങിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ഡയറി പ്രോഡക്ട്സിലും ഈ ഓർഗാനിസത്തിനെ യൂസ് ചെയ്യാറുണ്ട്. സോ സാക്കറോമൈസസ് ഫ്രജൈലസ് അഥവാ ക്ലുവെറോമൈസസ് മാർക്സിയാനസ് അല്ലെങ്കിൽ സാക്കറോമൈസസ് ലാക്ടസ് ഓർ ക്ലുവെറോമൈസസ് ലാക്ടസ്, they have the ability to ferment lactose. സോ അതിനെ പലതരത്തിലുള്ള ഡയറി പ്രോഡക്ട്സിലും യൂസ് ചെയ്യും. ഇനിയും അടുത്ത ഒരു ജീനസ് ആണ്. അപ്പം സാക്കറോമൈസസിനെ പറ്റിയാണ് നമ്മൾ ഇത്രയും പഠിച്ചിരുന്നത്. അടുത്തത് ക്യാൻഡിഡയെ പറ്റി നോക്കാം. ക്യാൻഡിഡ ട്രോപ്പിക്കാലിസ് ഈസ് ദ മോസ്റ്റ് പ്രിവേലന്റ് ഇൻ ഫുഡ്സ് ഇൻ ജനറൽ. അപ്പോൾ ഈ ക്യാൻഡിഡയിൽ വരുന്ന ക്യാൻഡിഡ ട്രോപ്പിക്കാലിസ് ആണ്
കൂടുതലായിട്ട്. ഇപ്പോൾ കാൻഡിഡ എന്ന് പറയുമ്പോഴത്തേക്ക് അതിലെല്ലാ ഓർഗാനിസംസും അതിലെല്ലാ സ്ട്രെയിൻസും യൂസ്ഫുൾ ആയിട്ടുള്ളതല്ല. പലതരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നതും അതിൽ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് കൂടുതലും ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് ഏതാണ്? കാൻഡിഡ ട്രോപ്പിക്കാലിസ് ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഓർഗാനിസം ആണ്. സം മെമ്പേഴ്സ് ആർ ഇൻവോൾവ് ഇൻ ദ ഫെർമെന്റേഷൻ ഓഫ് കൊക്കോ ബീൻസ് ആസ് എ കമ്പോണന്റ് ഓഫ് കെഫിർ ഗ്രെയിൻസ്. അപ്പം ചിലത് ഈ കൊക്കോ ബീൻസിന്റെ ഒക്കെ ഫെർമെന്റേഷൻ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. നേരത്തെ നമ്മൾ പറഞ്ഞ കെഫിർ ഗ്രെയിൻസ് അതിൽ സാക്കറോമൈസസ് സെർവീസിയെ പോലെ തന്നെ ഈ കാൻഡിഡയിലെ ചില ഓർഗാനിസംസും അതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് മെനി അതർ പ്രോഡക്ട്സ് ഇൻക്ലൂഡിംഗ് ബിയേഴ്സ് ആൻഡ് ഫ്രൂട്ട് ജ്യൂസസ്. ഇനിയും കാൻഡിഡയിൽ തന്നെ വരുന്നതാണ് കാൻഡിഡ ക്രൂസെ എന്ന് പറയും. കാൻഡിഡ ക്രൂസെ ഹാസ് ബീൻ ഗ്രോൺ വിത്ത് ഡയറി സ്റ്റാർട്ടർ കൾച്ചേഴ്സ് ടു മെയിൻറ്റെയിൻ ദ ആക്ടിവിറ്റി ആൻഡ് ഇൻക്രീസ് ദ ലോഞ്ചിവിറ്റി ഓഫ് ലാക്ടിക് ആസിഡ് ബാക്ടീരിയ. ഇപ്പം ഡയറി സ്റ്റാർട്ടർ കൾച്ചേഴ്സിലൊക്കെ യൂസ് ചെയ്യും. അതുപോലെ ലാക്ടിക് ആസിഡ് ബാക്ടീരിയ, ലാക്ടോസിനെ ഫെർമെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ലാക്ടിക് ആസിഡ് ബാക്ടീരിയയുടെ ലോഞ്ചിവിറ്റി കൂട്ടാനായിട്ടും ഈ കാൻഡിഡ ക്രൂസയെ യൂസ് ചെയ്യാറുണ്ട്. ഇനി മറ്റൊരു ഓർഗാനിസം ആണ് കാൻഡിഡ ലിപ്പോലിറ്റിക്ക. സോ ഇതെല്ലാം ഡിഫറെന്റ് ഈസ്റ്റ് ആണ്. സോ കാൻഡിഡ ലിപ്പോലിറ്റിക്ക ആർ ഓഫൺ യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രിയൽ പ്രോസസ്സസ് ടു പ്രൊഡ്യൂസ് ലിപ്പിഡ്സ് ആൻഡ് എൻസൈംസ്. ഇപ്പം ലിപ്പിഡ്സും പലതരത്തിലുള്ള എൻസൈംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാൻഡിഡ ലിപ്പോലിറ്റിക്കെ യൂസ് ചെയ്യാറുണ്ട്. പേരിൽ തന്നെ ഉണ്ട് അല്ലെ, ലിപ്പിഡ്സ് എന്ന് പറയാൻ പറ്റും. ബട്ട് ക്യാൻ ഓൾസോ സ്പോയിൽ ഹൈ ഫാറ്റ് ഫുഡ്. ഓക്കെ, ഹൈ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് കാൻഡിഡ ലിപ്പോലിറ്റിക്ക ക്യാൻ സ്പോയിൽ ബട്ടർ ആൻഡ് ഒലിയോ മാർജറീൻ. സോ കാൻഡിഡ ലിപ്പോലിറ്റിക്ക നമുക്ക് യൂസ്ഫുൾ ആണ്. ഇപ്പം ലിപ്പിഡ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാനും എൻസൈംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാമെങ്കിൽ പോലും ഹൈ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ബട്ടർ, ഒലിയോ, മാർജറീനിലൊക്കെ പലപ്പോഴും അത് സ്പോയിലേജും ഉണ്ടാക്കാറുണ്ട്. ദെൻ കാൻഡിഡ യൂട്ടിലിസ് അടുത്തതാണ് കാൻഡിഡ യൂട്ടിലിസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഇനാക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ഫോർ ഫുഡ് ആൻഡ് ഫീഡ്. അപ്പം ഇനാക്റ്റീവ് ഡ്രൈ ഈസ്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? കാൻഡിഡ യൂട്ടിലിസ്. കാൻഡിഡ ലിപ്പോലിറ്റിക്ക ആൻഡ് കാൻഡിഡ ട്രോപ്പിക്കാലിസ് ആർ യൂസ്ഡ് ഫോർ ദ സെയിം പർപ്പസ്. അപ്പോൾ കാൻഡിഡ യൂട്ടിലിസ്, അതുപോലെ കാൻഡിഡ ലിപ്പോലിറ്റിക്ക, കാൻഡിഡ ട്രോപ്പിക്കാലിസ് ഇതൊക്കെ എന്തിനു യൂസ് ചെയ്യും? ഇനാക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും യൂസ് ചെയ്യും. ഇനി അടുത്തതാണ് ഡിബാരോമൈസസ്. Debaromyces is one of the most prevalent yeast genera in the dairy products. It can grow in 24% NaCl and at a water activity as low as 0.65. അപ്പോൾ ഈ Debaromyces എന്ന് പറയുന്നത് 24% സോൾട്ട് കോൺസെൻട്രേഷൻ. അപ്പം അത് അത്യാവശ്യം നല്ല കോൺസെൻട്രേഷൻ ഓഫ് സോൾട്ട് ആണ് അല്ലേ. അപ്പോൾ അത്രയും സോൾട്ട് കോൺസെൻട്രേഷനിലൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇറ്റ് ക്യാൻ ഗ്രോ അറ്റ് ഹൈ സോൾട്ട് കോൺസെൻട്രേഷൻ. അപ്പോൾ അതെന്താണ്? സോൾട്ട് ലവിങ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആണ് ഡിബാരോമൈസസ്. അത് കൂടുതലായിട്ടും എന്തിനാണ്? ഡയറി പ്രോഡക്ട്സിൻ്റെ ഒക്കെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് അതിൻ്റെ വാട്ടർ ആക്ടിവിറ്റി ആസ് ലോ ആസ് 0.65. ഇത് വാട്ടർ ആക്ടിവിറ്റി ആണ് AW എന്ന് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. വാട്ടർ ആക്ടിവിറ്റി അതായത് അവൈലബിലിറ്റി ഓഫ് ഫ്രീ ആയിട്ടുള്ള വാട്ടർ. ഇപ്പം ഒരു ഫുഡ് പ്രോഡക്റ്റിൽ എത്രത്തോളം ഫ്രീ ആയിട്ടുള്ള വാട്ടർ അവൈലബിൾ ആണ്, അതിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് എത്രത്തോളം അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഇപ്പം പൊതുവെ മോൾഡ് ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മോൾഡിനെ പറ്റി പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. മോൾഡ് ആകുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ്, ഒരുപാട് മോയ്സ്ചർ കണ്ടന്റ് ഇല്ലെങ്കിൽ പോലും ഈസി ആയിട്ട് ഗ്രോ ചെയ്യും. എന്നാൽ മോൾഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഈസ്റ്റിന് കുറച്ചും കൂടിയൊക്കെ മോയ്സ്ചർ ആവശ്യമാണ്. സോ എന്നാൽ ചില ഓർഗാനിസം ഇപ്പം ഡിബാരോമൈസസ് ഒക്കെ വാട്ടർ ആക്ടിവിറ്റി കുറച്ച് ലോ ആണ്, 0. ഇപ്പം പ്യുവർ വാട്ടറിന്റെ വാട്ടർ ആക്ടിവിറ്റി 1 ആയിട്ടാണ് കരുതുന്നത്. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. അപ്പോൾ അത് 0.65 എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി മോയ്സ്ചർ കണ്ടന്റ് കുറവാണ്. ഓക്കെ, 0.8 എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കുറച്ചും കൂടി വാട്ടർ അവൈലബിൾ ആയിട്ടുള്ള വാട്ടർ കൂടുതലായിരിക്കും. അപ്പോൾ 0.65 കമ്പാരിറ്റീവ്ലി വാട്ടർ അവൈലബിലിറ്റി കുറവാണ്. അപ്പോൾ ആ ഒരു വാട്ടർ അവൈലബിലിറ്റിയിൽ പോലും ഗ്രോ ചെയ്യാൻ പറ്റുന്നതാണ് ഡിബാരോമൈസസ്. ആൻഡ് സോൾട്ട് കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിലും അവർക്ക് ഈസി ആയിട്ട് ഇവിടെ ഗ്രോ ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് ക്ലുവാരോമൈസസ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, സാക്കറോമൈസസ് ഫ്രജൈലിസ് അതിന്റെ മറ്റൊരു പേരാണ് ക്ലുവാരോമൈസസ് മാക്സിയാനസ് അല്ലെങ്കിൽ സാക്കറോമൈസസ് ലാക്ടസ് എന്ന് നേരത്തെ അറിയപ്പെട്ടിരുന്നത്. ഇപ്പൊ എന്താണ്? ക്ലുവാരോമൈസസ് ലാക്ടസ് എന്ന് അറിയപ്പെടുന്നു. സോ അതിന്റെ കാര്യം പറഞ്ഞു. ക്ലുവാരോമൈസസ് സ്പീഷീസ് പ്രൊഡ്യൂസ് ബീറ്റ ഗാലക്ടോസിഡേസ്. ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്ന എൻസൈം, അല്ലെങ്കിൽ അത് എന്ത് തന്നെയാണ്? ബീറ്റ ഗാലക്ടോസിഡേസ് എന്ന് പറയുന്നത് തന്നെയാണ് ലാക്ടേസ് എൻസൈം. സോ ആ ഒരു ലാക്ടേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ആർ വിഗറസ് ഫെർമെന്റേഴ്സ് ഓഫ് ഷുഗേഴ്സ് ഇൻക്ലൂഡിംഗ് ലാക്ടോസ്. Then Cluvaromyces marxianus is one of the 2 most prevalent yeast in dairy products, kefir grains and causes cheese spoilage. അപ്പോൾ Cluvaromyces marxianus അതും എന്താണ്? ഡയറി പ്രോഡക്ട്സിൽ വളരെ അധികം യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കെഫിർ ഗ്രെയിൻസിലും വരുന്നുണ്ട്. ആൻഡ് ചീസിലൊക്കെ സ്പോയിലേജ് ഉണ്ടാക്കുന്നതുമാണ്.
അടുത്തത് റോഡോറ്റോറുല. റോഡോറ്റോറുല, the genus Rhodotorula contains many psychrotropic species that are found on fresh poultry, shrimp, fish and beef. Some grow on the surface of ബട്ടർ. സോ ഈ റോഡോറ്റോറുലയുടെ പ്രത്യേകത അത് സൈക്രോട്രോപ്പിക് ആണ്. സൈക്രോട്രോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്യുന്ന മീറ്റിലോ അല്ലെങ്കിൽ ഈ പൗൾട്രി, ഷ്രിമ്പ് അങ്ങനെയുള്ള റെഫ്രിജറേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഫുഡ് പ്രോഡക്ട്സിലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളതാണ് റോഡോറ്റോറുല. ദേ ആർ സൈക്രോട്രോപ്പിക് ആൻഡ് സർഫസ് ഓഫ് ബട്ടറിലും ഗ്രോ ചെയ്യാറുണ്ട്. അടുത്തതാണ് ജിയോട്രൈക്കം കാൻഡിഡം. ഈ ജിയോട്രൈക്കം കാൻഡിഡം എന്ന് പറയുന്നത് ഡയറി മോൾഡ് എന്ന് യൂഷ്വലി അറിയപ്പെടുന്നതാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഡയറി മോൾഡ് അല്ലെങ്കിൽ മെഷീനറി മോൾഡ് എന്നൊക്കെ പറയും. ഡയറി മോൾഡ് ഓർ മെഷീനറി മോൾഡ് എന്നറിയപ്പെടുന്നതാണ് ജിയോട്രൈക്കം കാൻഡിഡം. സോ നമ്മൾ പഠിക്കുന്നത് ഈസ്റ്റിനെ പറ്റിയിട്ടാണ്, അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഇതിന്റെ പ്രത്യേകത ഈസ്റ്റ് ലൈക്ക് ഫംഗസ് എന്നറിയപ്പെടുന്നതാണ്. ഈസ്റ്റ് ലൈക്ക് ഫംഗസ്, കാരണം ഇതിനെ പലപ്പോഴും ഫിലമെന്റസ് ഈസ്റ്റ് എന്നൊക്കെ പറയാറുണ്ട്. ഇതിന് ഈസ്റ്റിന്റെയും മോൾഡിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ്, രണ്ടിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത് കൊണ്ട് ഇതിനെ ഈസ്റ്റ് ലൈക്ക് ഫംഗസ് അല്ലെങ്കിൽ ഫിലമെന്റസ് ആയിട്ടുള്ള ഫംഗസ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അതാണ് ജിയോട്രൈക്കം കാൻഡിഡം. സോ ഇതിനെ വിളിക്കുന്ന ഒരു പേര് ഡയറി മോൾഡ് അല്ലെങ്കിൽ മെഷീനറി മോൾഡ് എന്നൊക്കെയാണ്. ഇറ്റ് ഈസ് ക്രൂഷ്യൽ ഫോർ റൈപ്പനിങ് ഓഫ് സെർട്ടൈൻ സോഫ്റ്റ് ചീസ്. ഇപ്പൊ ബ്രൈ ചീസ്, ക്യാമംബേർഡ് ചീസിന്റെ ഒക്കെ റൈപ്പനിങ്ങിന് വേണ്ടിയിട്ട്. ഇപ്പൊ ചീസിന്റെ റൈപ്പനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ചീസിന്റെ ഒക്കെ പ്രൊഡക്ഷന് ശേഷം ഈ ഒരു ഓർഗാനിസത്തിന്റെ ആ ഒരു കൾച്ചർ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കും. ആഡ് ചെയ്തതിന് ശേഷം അത് റൈപ്പനിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ഏജ് ചെയ്യാനായിട്ട് അനുവദിക്കും. ആ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ഉടനെ അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കുറച്ച് കാലം ഇതൊന്ന് റൈപ്പൻഡ് ആയതിനു ശേഷം, ഈ റൈപ്പൻഡ് ആയി ഈ ഓർഗാനിസം വെച്ചിട്ട് റൈപ്പൻ ചെയ്യുമ്പോഴത്തേക്ക് ഈ ചീസിന്റെ ഒക്കെ ആ ഒരു ഫ്ലേവർ അല്ലെങ്കിൽ ആ ഒരു ടെക്സ്ചർ ഒക്കെ വ്യത്യാസം വരും. സോ അതൊരു ഡിസൈറബിൾ ആയിട്ടുള്ള ചേഞ്ച് ആണ്. അപ്പോൾ ഈ ഒരു ഓർഗാനിസത്തിന്റെ ഹെൽപ്പോട് കൂടിയാണ് കുറച്ചും കൂടെ ഒരു പ്രത്യേക ഒരു കളർ അല്ലെങ്കിൽ ആ ഒരു അരോമ അങ്ങനെയൊക്കെ ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിന്റെ ഒരു ടെക്സ്ചറും ഫ്ലേവറും ഒക്കെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ അതാണ് റൈപ്പനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുമെന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ക്രൂഷ്യൽ ഫോർ ദ റൈപ്പനിങ് ഓഫ് സെർട്ടൈൻ സോഫ്റ്റ് ചീസ്. ഇപ്പം സോഫ്റ്റ് ചീസ് ആയിട്ടുള്ള ബ്രൈ ചീസ് ഓർ ക്യാമംബേർഡ് ചീസിന്റെ ഒക്കെ റൈപ്പനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. വേർ ഇറ്റ് ഫോംസ് എ വെൽവെറ്റി വൈറ്റ് സർഫസ് ആൻഡ് കോൺട്രിബ്യൂട്ട്സ് ടു ഫ്ലേവർ. ഇപ്പൊ ഈ ഓർഗാനിസം ജിയോട്രൈക്കം കാൻഡിഡം എന്ത് ചെയ്യുന്നു? ഒരു വെൽവെറ്റി വൈറ്റ് ആയിട്ടുള്ള സർഫസ് ഈ ചീസിനൊക്കെ ഫോം ചെയ്യുന്നു ആൻഡ് അതിന് ഒരു പ്രത്യേക ഫ്ലേവറും കൊടുക്കുന്നു. സോ ഇതിനെയാണ് നമ്മൾ ജിയോട്രൈക്കം കാൻഡിഡം ഈസ്റ്റ് ലൈക്ക് ഫംഗസ് എന്ന് പറയുന്നത്. ഡയറി മോൾഡ് എന്നൊക്കെ പറയാൻ കാരണം ഡയറി പ്രോഡക്ട്സ്, ചീസിന്റെ ഒക്കെ മാനുഫാക്ചറിംഗിന് യൂസ് ചെയ്യുന്നതാണ്. സോ ഈ ഡയറി പ്ലാന്റിലൊക്കെ ആ ഒരു മെഷീൻസിലൊക്കെ ഇത് യൂഷ്വലി കാണപ്പെടുന്ന ഒരു ഫംഗസ് ആണ്. കാണപ്പെടുന്ന ഒരു ഫംഗസ് അല്ലെങ്കിൽ ഒരു ഈസ്റ്റ് ലൈക്ക് ഫംഗസ് ആണ് ജിയോട്രൈക്കം കാൻഡിഡം. അടുത്തത് ജീനസ് ബ്രിട്ടാനോമൈസസ്. ജീനസ് ബ്രിട്ടാനോമൈസസ്. These yeast produce high amount of acid and are involved in late fermentation of Belgian lambic beer and English beers. They are also found in French wines. അപ്പം ഈ വൈൻസിലൊക്കെ കാണപ്പെടുന്ന അല്ലെങ്കിൽ ബിയറിലും വൈൻസിലും ഒക്കെ ലേറ്റ് ഫെർമെന്റേഷൻ, അതിന്റെ ലേറ്റ് സ്റ്റേജസ്, ഇനീഷ്യൽ സ്റ്റേജസിലല്ല, ലേറ്റ് സ്റ്റേജസ് ഓഫ് ഫെർമെന്റേഷൻ ബെൽജിയൻ ലാംബിക് ബിയർ അതുപോലെ ഇംഗ്ലീഷ് ബിയേഴ്സിലൊക്കെ അതുപോലെ ഫ്രഞ്ച് വൈൻസിലൊക്കെ കാണുന്നതാണ് ബ്രിട്ടാനോമൈസസ് എന്ന് പറയുന്ന ഒരു ഈസ്റ്റ്. ഇനിയും നമ്മൾ പറഞ്ഞതാണ് ഈസ്റ്റ് സെൽസ് ആർ റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ ബി കോംപ്ലക്സ്. ബി കോംപ്ലക്സ് വൈറ്റമിൻസിൽ റിച്ച് ആണ്. മെഡിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് ഈസ്റ്റ് ഈസ് ഡ്യൂ ടു ഇറ്റ്സ് എബിലിറ്റി ഇൻ ലോവറിംഗ് ഹൈ കൊളസ്ട്രോൾ. സോ ഹൈ കൊളസ്ട്രോൾ കണ്ടന്റ് ഒക്കെ ലോവർ ചെയ്യാനായിട്ടുള്ള കഴിവും എന്തിനുണ്ട്? ഈസ്റ്റിനുണ്ട്. റിസർച്ച് ഷോഡ് ദാറ്റ് ടേക്കിംഗ് എ സ്പെസിഫിക് റെഡ് ഈസ്റ്റ് പ്രോഡക്റ്റ് ഫോർ 2 to 3 months could significantly lower total and bad cholesterol, that is low density lipoprotein. അപ്പം ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ അല്ലെങ്കിൽ LDL അല്ലെങ്കിൽ ടോട്ടൽ കൊളസ്ട്രോളിന്റെ ഒക്കെ അളവ് കുറയ്ക്കാനായിട്ട് സ്പെസിഫിക് റെഡ് ഈസ്റ്റ് കൺസ്യൂം ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ ദ ഇൻഡസ്ട്രി ഓഫ് ഫെർമെന്റേഷൻ, yeast is used not only in food industries to make bread, wine, beer, but also in non-food industries. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് എന്തിലാണ്? ഫുഡ് ഇൻഡസ്ട്രിയിലുള്ള ഉപയോഗത്തെ പറ്റിയിട്ടാണ്. ഇത് കൂടാതെ നോൺ ഫുഡ് ഇൻഡസ്ട്രിയിലും ഈസ്റ്റിനെ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. സച്ച് ആസ് ബയോഫ്യൂവൽ ഇൻഡസ്ട്രി. ബയോഫ്യൂവൽ ഇൻഡസ്ട്രിയിൽ, കാരണം ഇത് എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണല്ലോ. സോ എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബയോഫ്യൂവൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യും. ഈസ്റ്റ് ആർ ദ മോഡൽ ഓർഗാനിസംസ് ഫോർ സ്റ്റഡിയിങ് ജെനറ്റിക്സ് ആൻഡ് സെൽ ബയോളജി. Some yeast can find potential application in the field of bioremediation. ബയോറെമഡിയേഷനിലും യൂസ് ചെയ്യും. അതായത് അതിനൊരു എക്സാമ്പിൾ ആണ് യാരോവിയ ലിപ്പോലിറ്റിക്ക എന്ന് പറയുന്ന ഒരു സ്ട്രെയിൻ. യാരോവിയ ലിപ്പോലിറ്റിക്ക. ഇറ്റ് ഡീഗ്രേഡ്സ്
പാം ഓയിൽ, അത് പാം ഓയിലിനെ ഡീഗ്രേഡ് ചെയ്യും. അതുപോലെ മറ്റ് ഹൈഡ്രോ കാർബൺ സച്ചസ് ആൽക്കെയിൻസ്, ഫാറ്റി ആസിഡ്, ഫാറ്റ്, ഓയിലൊക്കെ ഡീഗ്രേഡ് ചെയ്യും. സോ അതുകൊണ്ട് അതിനെ ബയോ റെമഡിയേഷന് യൂസ് ചെയ്യും. ഇപ്പം പൊല്യൂട്ടൻസിനെയൊക്കെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബയോ റെമഡിയേഷനിലും യൂസ് ചെയ്യുന്നതാണ്. അതിന് എക്സാമ്പിൾ ആണ് യാരോവിയ ലിപ്പോലിറ്റിക്ക. അതെന്താണ് ഡീഗ്രേഡ് ചെയ്യുന്നത്? പാം ഓയിൽ, അതുപോലെ മറ്റ് ഹൈഡ്രോ കാർബൺസ് ആയിട്ടുള്ള ആൽക്കെയിൻസ്, ഫാറ്റി ആസിഡ്സ്, ഫാറ്റ്, ഓയിലൊക്കെയും ഡീഗ്രേഡ് ചെയ്യും. Then Saccharomyces cerevisiae or baker's yeast has the potential to bioremediate toxic pollutants like arsenic from industrial effluent. Industrial effluentsൽ നിന്നൊക്കെ ഇൻഡസ്ട്രിയൽ അടങ്ങിയിട്ടുള്ള ആർസനിക്കിനെ ഡീഗ്രേഡ് ചെയ്യാനും ഈ സാക്രോമൈസസ് സെർവീസിയെ, അപ്പോൾ ഫുഡ് ഇൻഡസ്ട്രിയിൽ മാത്രമല്ല ഇങ്ങനെ ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസിലുള്ള ആർസനിക്കിനെയൊക്കെ ഡീഗ്രേഡ് ചെയ്യാൻ, അങ്ങനെയുള്ള ടോക്സിക് പൊല്യൂട്ടൻസിനെയൊക്കെ ഡീഗ്രേഡ് ചെയ്യാനും സാക്രോമൈസസ് സെർവീസിയെ കൊണ്ട് കഴിയും. Then some probiotic supplements. Probiotic supplementsലും ഈസ്റ്റിനെ യൂസ് ചെയ്യുന്നുണ്ട്. Use the yeast Saccharomyces boulardii to maintain and restore the natural flora in gastrointestinal tract. അപ്പോൾ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഗട്ടിലുള്ള ഗുഡ് ബാക്ടീരിയയുടെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള പ്രൊബയോട്ടിക് സപ്ലിമെന്റ്സ്, അതിന് വേണ്ടിയിട്ടാണ് പ്രൊബയോട്ടിക് സപ്ലിമെന്റ്സിനെ കൊടുക്കുന്നത്. സോ പ്രൊബയോട്ടിക് സപ്ലിമെന്റ്സിൽ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? സാക്രോമൈസസ് ബൗലാഡി പോലെയുള്ള ഈസ്റ്റിനെയും യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയൊക്കെ ബെനിഫിറ്റ്സ് നമ്മൾ പറഞ്ഞെങ്കിലും ചില ഈസ്റ്റ് എന്താണ്? ഓപ്പർച്യൂണിസ്റ്റിക് പാത്തജൻസ് ആണ്, കോസ് ഇൻഫെക്ഷൻസ് ഇൻ ഹ്യൂമൻസ്. സോ സം സ്പീഷീസ് ഓഫ് ഈസ്റ്റ് ആർ ഓപ്പർച്യൂണിസ്റ്റിക് പാത്തജൻസ് ആൻഡ് കോസ് ഇൻഫെക്ഷൻസ് ഇൻ ഹ്യൂമൻസ്. സോ ഇത്രയാണ് ഈസ്റ്റിനെ പറ്റിയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. പലതരത്തിലുള്ള ഓർഗാനിസത്തിനെ പഠിച്ചു. ഇതിൽ മെയിൻ ഇമ്പോർട്ടൻസ് എന്തിനായിരുന്നു? സാക്രോമൈസസ് ആയിരുന്നു. സാക്രോമൈസസ് സെർവീസിയെ, അതിൽ തന്നെ ലേഗർ ബിയറിന്റെ കാര്യം അല്ലെങ്കിൽ എയിൽ ബിയറിന്റെ കാര്യം പറഞ്ഞു, ടോപ്പ് ഈസ്റ്റ്, ബോട്ടം ഈസ്റ്റ് ഇതൊക്കെ പറഞ്ഞു. അതുപോലെ പലതരത്തിലുള്ള ഇപ്പൊ ഡയറി ഇൻഡസ്ട്രിയിലൊക്കെ കോമൺലി യൂസ് ചെയ്യുന്ന ഈസ്റ്റിന്റെ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. അപ്പൊ ഇനി നമുക്ക് നോക്കുന്നത് മോൾഡിനെ പറ്റിയിട്ടാണ്. Mold have been grown as food or feed and are employed to produce products used in food such as amylase for bread making or citric acid used in soft drinks. Amylase enzyme എന്ത് ചെയ്യും? സ്റ്റാർച്ചിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഷുഗേഴ്സ് ആക്കി മാറ്റും അമൈലേസ്. അപ്പോൾ ബ്രെഡ് മേക്കിങ്ങിന് വേണ്ടിയിട്ട് ഈ അമൈലേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും? മോൾഡിനെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സിലൊക്കെ സിട്രിക് ആസിഡ്, സോഫ്റ്റ് ഡ്രിങ്ക്സിൽ സിട്രിക് ആസിഡ് യൂസ് ചെയ്യാറുണ്ട്. സോ അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും പല മോൾഡിനെയും യൂസ് ചെയ്യും. Some mold do produce various toxic metabolites like mycotoxins. അത് ഇപ്പം ആസ്പെർജില്ലസ് ഫ്ലേവസ് അല്ലെങ്കിൽ ആസ്പെർജില്ലസ് പാരാസൈറ്റിക്കസ് അതൊക്കെ എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അഫ്ലാടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അഫ്ലാടോക്സിൻ എന്ന് പറയുന്നത് എന്താണ്? മൈക്കോടോക്സിൻസ് ആണ്. ഫംഗസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻസിനെയാണ് അല്ലെങ്കിൽ മോൾഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻസിനെയാണ് എന്ന് പറയുന്നത് മൈക്കോടോക്സിൻസ് എന്ന് പറയുന്നത്. സോ ചില മോൾഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിക് ആയിട്ടുള്ള മെറ്റബോളൈറ്റ്സ് ആണ് മൈക്കോടോക്സിൻസ് എന്ന് പറയുന്നത്. സോ അത് നമുക്ക് ഹാംഫുള്ളുമാണ്. എന്നാൽ ഇതിന്റെയൊക്കെ ബെനിഫിറ്റ്സിനെ പറ്റിയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. The term mold is a common one applied to certain multicellular filamentous fungi whose growth on food usually is readily recognized by its fuzzy or cottony appearance. നമുക്കറിയാം ഈ ഫുഡിലൊക്കെ ഇങ്ങനെ ഗ്രോ ചെയ്യുന്ന സമയത്ത് ആ ഒരു കോട്ടണി അല്ലെങ്കിൽ ആ ഒരു ഫസി അപ്പിയറൻസ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ആ നേക്കഡ് ഐസ് കൊണ്ട് അതിനെ കാണാൻ പറ്റും. ഇപ്പം ഇതിൽ എങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് മോൾഡിന്റെ ഗ്രോത്ത്? ലൈക്ക് അതിന് മോൾഡിന്റെ ഗ്രോത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഫിലമെന്റസ് ആയിട്ടുള്ളതാണ്. ഫിലമെന്റസ് ഫംഗൈ ആണ് മോൾഡ് എന്ന് പറയുന്നത്. സോ ഇതിൽ ഹൈഫേ എന്ന് പറയുന്ന ഫിലമെന്റ്സ് ഇത് പ്രൊഡ്യൂസ് ചെയ്യും. ഹൈഫേ. സോ ഇങ്ങനെ കുറേ ഹൈഫേ എല്ലാം കൂടെ കൂടി ചേർന്നിട്ടാണ് മൈസീലിയം ഫോം ചെയ്യുന്നത്. ഓക്കെ, മൈസീലിയം. സോ ഈ മൈസീലിയം ആണ് നമ്മൾ നേക്കഡ് ഐസ് കൊണ്ട് കാണുന്നത്. സോ അതാണ് നമുക്ക് ഈ ഫുഡിലൊക്കെ ഇങ്ങനെ ഗ്രോ ചെയ്തതായിട്ട് കാണാൻ പറ്റുന്നത്. സോ ദ ടേം മോൾഡ് ഈസ് എ കോമൺ വൺ അപ്ലൈഡ് ടു മൾട്ടി സെല്ലുലാർ ഫംഗൈ. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു ഈസ്റ്റ് എന്ന് പറയുന്നത് ഫിലമെന്റസ് അല്ല, എന്നാൽ അത് ഫംഗൈ തന്നെയാണ്. യൂണിസെല്ലുലാർ ഫംഗൈ ആണ് ഈസ്റ്റ്. എന്നാൽ മോൾഡ് എന്താണ്? മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഫിലമെന്റസ് ഫംഗൈ ആണ് മോൾഡ്. സോ അതിന്റെ ഫുഡിലുള്ള ഗ്രോത്ത് റെക്കഗ്നൈസ് ചെയ്യുന്നത് ബൈ ഫസി ഓർ കോട്ടണി അപ്പിയറൻസ് വെച്ചിട്ടാണ്. ദെൻ മോൾഡ് are classified in the kingdom fungi. They have no roots, stem or leaves and are devoid of chlorophyll. അതിന് റൂട്ട്സ്, സ്റ്റെം, ലീവ്സ് ഒന്നുമില്ല. ക്ലോറോഫിൽ കണ്ടന്റും അടങ്ങിയിട്ടില്ല. അതുപോലെ ഫംഗൈ ആർ ഹെട്രോട്രോഫിക്. ഹെട്രോട്രോഫിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സ്വന്തമായിട്ട് അത് ഫുഡ് സിന്തസൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ അതെന്ത് ചെയ്യും? ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നത് എങ്ങനെയാണ്? ന്യൂട്രിയൻസ് സറൗണ്ടിങ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിൽ നിന്നൊക്കെ ആയിരിക്കും ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നത്. സോ ഫംഗൈ ആർ ഹെട്രോട്രോഫിക്.
ദെൻ മോൾസ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ്. ഇപ്പം നമ്മൾ നേരത്തെ ഈസ്റ്റിനെ പറ്റി പഠിച്ചു, ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ് ഉള്ള, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ് ഉള്ള മോൾഡ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ മ്യൂക്കർ ആണ്. മ്യൂക്കർ റൗക്സി ഈസ് യൂസ്ഡ് ഇൻ ദ amylo process for saccharification of starch and mucus help ripen some cheeses. Mucor rauxi is used in the amylo process for the saccharification of starch. ഇപ്പം സാക്രിഫിക്കേഷന് വേണ്ടിയിട്ട് അമൈലോ പ്രോസസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ചില അമൈലോലൈറ്റിക് ആയിട്ടുള്ള എൻസൈംസ് ഉണ്ട്. അതായത് സ്റ്റാർച്ചിനെ, കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സിമ്പിൾ ആയിട്ടുള്ള ഫെർമെന്റബിൾ ഫോമിലോട്ട് മാറ്റണം. സോ ഇപ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള ഷുഗേഴ്സ് ആണെങ്കിൽ, ഈസ്റ്റ് അല്ലെങ്കിൽ ഈ ബാക്ടീരിയയ്ക്കൊക്കെ അതിനെ ഫെർമെന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സിമ്പിൾ ആയിട്ടുള്ള ഷുഗേഴ്സ് ആണ് ഇവർ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫെർമെന്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ അങ്ങനെ ഫെർമെന്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സിമ്പിൾ ഷുഗേഴ്സ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഈ മ്യൂക്കർ റൗക്സി പോലെയുള്ള മോൾഡിനെ യൂസ് ചെയ്യും. ആൻഡ് മ്യൂക്കസ് ഹെൽപ്പ് റൈപ്പൻ സം ചീസസ്. ഇപ്പം ഗ്യാമേലോസ്റ്റ് പോലെയുള്ള ചീസൊക്കെ റൈപ്പൻ ചെയ്യാനായിട്ടും മ്യൂക്കറിനെ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ആർ യൂസ്ഡ് ഇൻ മേക്കിംഗ് സർട്ടൈൻ ഓറിയന്റൽ ഫുഡ്സ്. Mucor pusillus and Mucor mehi are used for the production of microbial rennets. മൈക്രോബിയൽ റെന്നറ്റ്സ്, ഈ റെന്നറ്റ് എന്ന് പറയുന്നത് ഒരു എൻസൈമാണ്. അത് നമ്മൾ ചീസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് മിൽക്കിനെ കേർഡിൽ ചെയ്യാനായിട്ട്, അതിനെ തൈരാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ റെന്നറ്റ് എന്ന് പറയുന്ന എൻസൈം. ഈ മ്യൂക്കറിൽ തന്നെ വരുന്ന ഓർഗാനിസംസ് ആണ് മ്യൂക്കർ പ്യൂസിലസ്, മ്യൂക്കർ മേഹി എന്നൊക്കെ പറയുന്നത്. സോ ദേ ആർ യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് മൈക്രോബിയൽ റെന്നറ്റ്സ്. ഈ റെന്നറ്റ് എന്ന് പറയുന്നത് നമ്മൾ ചീസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് മിൽക്കിനെ കേർഡിൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന എൻസൈംസ് ആണ് റെനറ്റ് എന്ന് പറയുന്നത്. അപ്പം റെനറ്റ് ഒക്കെ നേരത്തെ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് കാഫിൽ നിന്നും, അല്ലെങ്കിൽ യങ് ആയിട്ടുള്ള റൂമിനൻസിന്റെ സ്റ്റൊമക്കിൽ നിന്നുമാണ് എടുത്തിരുന്നത്. അപ്പൊ അതിന് പകരം മൈക്രോബിയൽ സോഴ്സിൽ നിന്ന് എടുക്കുമ്പം അത് കുറച്ചും കൂടി എന്താണ്, ഇപ്പം നമ്മൾ അങ്ങനെയുള്ള ആനിമൽസിന്റെ സ്റ്റൊമക്കിൽ നിന്ന് എടുക്കേണ്ട ആ ഒരു ആവശ്യം വരത്തില്ല. സോ മൈക്രോബിയൽ റെനറ്റ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഓർഗാനിസത്തിനെ യൂസ് ചെയ്യുന്നു? ഈ മോൾഡിനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് മ്യൂക്കർ പ്യൂസില്ലസ്, മ്യൂക്കർ മീഹി ഒക്കെ. And Mucor mehi is useful for the production of esterase which form desirable cheese flavors. അതുപോലെ ചീസിലൊക്കെ ഡിസൈറബിൾ ആയിട്ടുള്ള ഫ്ലേവർ കൊടുക്കുന്നതാണ് എസ്റ്ററേസ് എൻസൈം. സോ ഈ എസ്റ്ററേസ് എൻസൈമിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും മ്യൂക്കർ മീഹി യൂസ് ചെയ്യാറുണ്ട്. അപ്പം മ്യൂക്കർ മീഹി എന്ന് പറയുന്ന മോൾഡിനെ എന്തിനു യൂസ് ചെയ്യും? മൈക്രോബിയൽ റെന്നറ്റിന് വേണ്ടിയിട്ടും എസ്റ്ററേസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യാറുണ്ട്. ദെൻ മ്യൂക്കർ പ്യൂസിലസ് ആണെങ്കിലോ മൈക്രോബിയൽ റെന്നറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അടുത്തതാണ് ആസ്പെർജില്ലസ്. ഈ ആസ്പെർജില്ലസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് രണ്ട് സ്ട്രെയിൻസ് അല്ലെ, ആസ്പെർജില്ലസ് ഫ്ലേവേഴ്സ്, ആസ്പെർജില്ലസ് പാരാസൈറ്റിക്കസ്. അതൊക്കെ എന്താണ്? മൈക്കോടോക്സിൻസ് അല്ലെങ്കിൽ അഫ്ലാടോക്സിൻ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. എന്നാൽ അതിന്റെ ബെനിഫിറ്റ്സ് തരുന്ന തരത്തിലുള്ള സ്ട്രെയിൻസ് ഏതൊക്കെയാണ്? സെലക്ടഡ് സ്ട്രെയിൻസ് ആർ യൂസ്ഡ് ഫോർ ദ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഓഫ് സിട്രിക് ആൻഡ് ഗ്ലൂക്കോണിക് ആസിഡ്സ് ആൻഡ് ഇൻ എ വെറൈറ്റി ഓഫ് എൻസൈം പ്രിപ്പറേഷൻസ്. അപ്പം ഈ ആസ്പെർജില്ലസിൽ തന്നെ സെലക്ടഡ് ആയിട്ടുള്ള സ്ട്രെയിൻസ് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു? സിട്രിക് ആസിഡിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഗ്ലൂക്കോണിക് ആസിഡിന്റെ ഒക്കെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. Aspergillus niger is the primary industrial source of citric acid. അപ്പം സിട്രിക് ആസിഡ് പ്രധാനമായിട്ടും ഇൻഡസ്ട്രിയലി പ്രൊഡ്യൂസ് ചെയ്യുമ്പം ഏത് ഓർഗാനിസത്തിനെയാണ് യൂസ് ചെയ്യുന്നത്? ആസ്പെർജില്ലസ് നൈഗറിനെയാണ് യൂസ് ചെയ്യുന്നത്. The Aspergillus flavus oryzae group includes moles important in the making of some oriental foods and the production of enzymes, but moles in this group often are involved in the spoilage of food. ഇപ്പോൾ ഇതിൽ ആസ്പെർജില്ലസ് ഫ്ലേവേഴ്സ് തന്നെ നമുക്കറിയാം അഫ്ലാടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പം ചില കേസിൽ അത് ഫുഡിലൊക്കെ സ്പോയിലേജ് ഉണ്ടാക്കുമെങ്കിൽ പോലും ചിലപ്പോൾ എന്താണ്, ഓറിയന്റൽ ഫുഡ്സിന്റെ ഒക്കെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ദെൻ ആസ്പെർജില്ലസ് ഒറൈസെ, ഇതൊക്കെ ഫെർമെന്റഡ് ആയിട്ടുള്ള ഫുഡിനൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ആസ്പെർജില്ലസ് ഒറൈസെ ഒക്കെ. സോ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. സോ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.